അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസിൽ വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഓരോരുത്തരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും വളരെ സങ്കടത്തിലും ദുഃഖത്തിലുമുള്ള ഒരു ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നാതുമായി നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ആരെത്തേക്കാളും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് 3 ദിവസമായിട്ടില്ല. അദ്ദേഹത്തിന്റെ മറവ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മറവ് ചെയ്തതിന് ശേഷം കുറെ ഹുദവികൾ, വാഫികൾ, ഇങ്ങനെയുള്ള കുറെ സമുദായത്തിൽ ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുന്ന പീകുത്തുകൾ എന്ന് തന്നെ പറയാം. അവരെ സംബന്ധിച്ച് ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് മഹാനവറുകൾ വഫാത്തായിട്ട് 3 ദിവസം ആകുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ മറമാടിയതിന് ശേഷം, അല്ലെങ്കിൽ അതിന്റെ വഫാത്ത് കേട്ടതിന്റെ ഉടനെ തന്നെ ഇവര് സോഷ്യൽ മീഡിയകളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പല നേതാക്കളെ, സലാം ബാക്കി ഉസ്താദിനെ പോലെയുള്ള ഉസ്താദ്മാരെ ഫോട്ടോ വെച്ചിട്ട് ഇവൾ ഓമനപ്പേരിട്ട് വിളിക്കുന്നൊരു പേരുണ്ടല്ലോ, ഷജറകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അത് എന്താണോ, ഏത് തീരുമാനമാണോ അത് അപ്പടി അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിനെ ഇവർ ഓമനപ്പേരിട്ട് വിളിക്കുന്നൊരു പേരാണ് ഷജറകൾ. അങ്ങനെ തന്നെ വാക്കോട് ഉസ്താദിന്റെ വാക്കെടുത്ത് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഷജറകൾ തന്നെയാണ്. ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനോട് കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിഷയം അവിടെയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആര് തെരഞ്ഞെടുക്കണം, ആരാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഈ ലിബറിസവും വഹാബിസവും പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ആശയത്തിലേക്ക് ആളെ കൂട്ടുന്ന ചില ഹുദവികളും ചില മാഫികളും അല്ല തീരുമാനിക്കുന്നത് ആരെ സമസ്തന്റെ സെക്രട്ടറി ആക്കണം, ആരാക്കണ്ട എന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ സമസ്തക്ക് പുറത്താണ്. നിങ്ങൾ സമസ്തന്റെ ആദർശമോ സമസ്തന്റെ ആശയങ്ങളോ നിങ്ങൾ അംഗീകരിക്കണില്ല. നിങ്ങളെ സമസ്ത എടുത്ത് പുറത്ത് വിട്ടൊരു വിഭാഗമാണ് CIC. ഇപ്പൊ CICയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് ഹക്കീം ഫൈസി. ഈ ഫുലാൻ ഇന്നലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉസ്താദ് ഭൗതിക വിദ്യാഭ്യാസവും കൂടിയുള്ള വലിയ പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ സവിശേഷത നമുക്കൊക്കെ ഇന്നിപ്പോ പത്രക്കാരൊക്കെ ഒരു ഒറ്റ വരിയിൽ എഴുതി അദ്ദേഹത്തെ ഓർക്കാറുണ്ടെങ്കിലും അദ്ദേഹം കുറെ കൂടി ആഴത്തിൽ ഓർക്കപ്പെടേണ്ട ആളാണ്. ലോക പണ്ഡിത വേദികളിൽ നമ്മുടെ ശബ്ദം എത്തിച്ച ഒരു പക്ഷേ ആദ്യത്തെ പണ്ഡിതനാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. വാനോളം ഉയർത്തി അങ്ങനെയുള്ള ഒരു പണ്ഡിതനില്ല, ലോക പ്രശസ്ത പണ്ഡിതനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞു. ഇന്ന് ഈ ഫുലാന് ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? അതിന് നേതൃത്വം നൽകിയത്. അത് എങ്ങനെ വേണം എന്ന് പെട്ടെന്ന് പറയുന്ന ഒരു പരിപാടിയല്ല സമസ്തയുടെ. അതിന് കുറെ താമസമെടുക്കും, ആലോചിക്കും, വളരെയധികം സാവകാശം കൊടുക്കും. അങ്ങനെ സാവകാശമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ പരിപാടി എന്തെങ്കിലും കർശനമായ ഒരു നിലപാടെടുക്കുന്നത്, ഒരു കർശനമായ നയം അതിൻ്റേത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിലെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ആളുകളും സമസ്തനെ അംഗീകരിക്കുന്ന ധാരാളം ആളുകളും അതോടൊപ്പം തന്നെയാണ് നിന്ന് പോന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ എതിരിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ച ഹക്കീം ഫൈസി അവர்கள் സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ സെക്രട്ടറി എന്നുള്ള ആ ലെറ്റർ പേഡിൽ, സമസ്തന്റെ ലെറ്റർ പേഡ് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് എഴുതി പാസ്സാക്കിയ ഒരു കാര്യമുണ്ട്. CICയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ രാജിവെച്ചു. രാജിവെക്കാനുള്ള കാരണങ്ങൾ CICയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനെ സമസ്ത എതിർത്തു. അത് നമുക്ക് പറ്റൂല, നമ്മളെ കുട്ടികളെ ചേർക്കാൻ പറ്റൂല. അതിന് പല വഹാബിസവും കാര്യങ്ങളും യുക്തിവാദം പല കാര്യങ്ങളും അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് പഠിപ്പിക്കുന്ന ഒരു സിലബസിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിനിഷേധ്യനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ലെറ്റർ പേഡിൽ എഴുതി. മഹാനവറുകൾ ഒരു സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു കള്ളത്തരീക്കത്തിനെ പറ്റി തീരുമാനമെടുക്കുമ്പോൾ അതിന് മുമ്പ് പല പ്രാവശ്യം അതിനെപ്പറ്റി പഠിക്കാൻ ആളെ വെച്ച് അത് ആ റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ടിനെ പറ്റി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർക്കല്. അതുപോലെ ഒരു എതിർത്ത ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് CIC. സമസ്ത അതിനെപ്പറ്റി പഠിച്ച് ഒരു 4 ആളെ സമിതിയെ വെച്ച് പഠിച്ചതിന് ശേഷമാണ് ആ സമിതിയെ CIC സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തത്. അത് ഐക്യകണ്ഠേനയാണ്, അല്ലെങ്കിൽ അത് പ്രസിഡന്റിന്റെ തീരുമാനം, സെക്രട്ടറിന്റെ തീരുമാനം, അല്ലെങ്കിൽ വേറെ ആളുടെ തീരുമാനമല്ല. സമസ്തന്റെ ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവറുകൾ പ്രസംഗിച്ച് നമ്മൾ കണ്ടതാണ്. മഹാനവറുകളുടെ ലെറ്റർ പേരിലും എഴുതിയതാണ്. അത് പിന്നെ ഇവർ വ്യാജാണ്, ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ വ്യാജം ഉണ്ടാക്കിയതാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് ആലിക്കുട്ടി ഉസ്താദ് പിന്നെ 2ാമത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. വഫാത്താകുന്നതിന്റെ മുമ്പ് മഹാനവറുകൾ അംഗീകരിക്കാത്തവർ, ഇത് 89 കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. 89 ശേഷം ശംസുൽ ഉലമയെ ഇവർ അംഗീകരിക്കേണ്ടി വന്നു, അണ്യത്ത് ഉസ്താദിനെ ഇവർ അംഗീകരിക്കേണ്ടി വന്നു വഫാത്തായതിനു ശേഷം. ഇനി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, നമ്മളെല്ലാവരുടെയും ആവേശം മഹാനവറുകൾ വഫാത്തായാലും അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ഇവരെന്ത് പറയും? അത് ഞങ്ങൾ അറിഞ്ഞു, ഇങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരുന്നു എന്ന് പറയും. അപ്പൊ ഈ സമസ്ത എടുത്തൊരു തീരുമാനം, അല്ലെങ്കിൽ ആലിക്കുട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയി എടുത്തൊരു തീരുമാനത്തിന് അംഗീകരിക്കാത്ത ഇവരെങ്ങനെയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കുന്നത്? എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? ഇപ്പൊ ഞമ്മന്റെ ആള്, ഇപ്പൊ ആലിക്കുട്ടി ഉസ്താദ് ഞമ്മന്റെ ആള്, ഇത് തനി കാപട്യമാണ്. കാപട്യം എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ സമുദായത്തിന്റെ ഇടയിൽ, സമൂഹത്തിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക. ഇവിടെ സമസ്തന്റെ സെക്രട്ടറി ആര് തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഈ പറയപ്പെട്ട ഈ ലിബറൽ ഹുദവികളും ലിബറൽ മാഫികളും അല്ല തീരുമാനിക്കുന്നത്. സമസ്തക്ക് ഒരു നേതൃത്വമുണ്ട്. സമസ്തക്ക് ഒരു മുഷാവറ എന്നുള്ളൊരു പരമോന്നത നേതൃത്വമുണ്ട്. ആ പരമോന്നത നേതൃത്വം ഇരുന്ന് സംസാരിച്ച് സെക്രട്ടറിക്ക് വരുന്ന മാനദണ്ഡങ്ങൾ എന്താണ്, അതൊക്കെ അവരെ പറ്റി പഠിച്ച് ഒരാൾ സമസ്തന്റെ സെക്രട്ടറി ആക്കി പിന്നെ ഇതാക്കും. ഇത് പരാത്ത കല്യാണത്തിന് നിങ്ങൾ വരണ്ട, പരാത്ത കല്യാണത്തിന് ക്ഷണിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ഞങ്ങൾക്ക് പ്രവേശനമല്ല. സമസ്തന്റെ ആൾക്കാർ അത് പിന്നെ സെക്രട്ടറിന്റെ സ്ഥാനത്ത് കഴിഞ്ഞ സമയമുണ്ട് സമസ്തക്ക്. ആ സമയത്ത് ഓല് അത് തീരുമാനിക്കും. നേതൃത്വം ഇങ്ങോട്ടെന്താ അതില് പൊന്നു തൂക്കണോടത്ത് എന്താ പൂച്ചക്ക് കാര്യം? നിങ്ങൾ സമസ്തന്റെ സിലബസിന്, അല്ലെങ്കിൽ അല്ല സമസ്തന്റെ സിലബസിനല്ല, സമസ്തന്റെ ആശയ ആദർശങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. സമസ്തന്റെ എത്രയോ പ്രാവശ്യം നിങ്ങളായിട്ട് ചർച്ചയ്ക്ക് വന്നതാണ് ഈ CIC-മായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിലൊന്നും നിങ്ങൾ സമസ്തക്ക് ഒരു റൈറ്റും ഇതിലില്ല. ഇത് ഒരു സൊസൈറ്റിയാണ്. ഇത് എന്തൊക്കെയാണ് മറ്റേ ചങ്ങായി പറഞ്ഞത്, ആ ഫുലാൻ പറഞ്ഞത്, ഇത് ഒരു സൊസൈറ്റിയാണ്. ഇത് സമസ്തക്ക് ഇതിൽ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് സമസ്തന്റെ സെക്രട്ടറി നിലപാടെടുത്ത് എന്നിട്ട് പിന്നെ സമസ്തന്റെ സെക്രട്ടറിനെ പറ്റി പിന്നെ പുകഴ്ത്തുകയാണ്. പിന്നെ ഈ പറയപ്പെടുന്ന CIC-ന്റെ സെക്രട്ടറി ഫുലാൻ ഉണ്ടല്ലോ, യക്കീം വൈസി എന്ന് പറയുന്ന മാന്യദേഹം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനം എടുത്തല്ലോ ഇയാൾക്കെതിരെ. ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവറുകൾ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. CIC-ന്റെ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. ഷെയ്ഖുനാന്റെ ലെറ്റർ പേഡിൽ ഇവർക്കെതിരെ പിന്നെ എഴുതി മുഷാവറ തീരുമാനമെടുത്തു. ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് പ്രസംഗിക്കുകയും ചെയ്തതിന്റെ ശേഷം ഈ ഫുലാൻ, അതായത് CIC-ന്റെ സംസ്ഥാന സെക്രട്ടറി യക്കീം വൈസി എന്ന് പറയുന്ന മാന്യതകൾ ആരും ശ്രദ്ധിച്ചോന്നറിയില്ല, അദ്ദേഹത്തിന്റെ പ്രൊഫൈല് FB-യിൽ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അതിപ്പോ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചോക്കാൻ ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ്. സമസ്തന്റെ തീരുമാനം, സെക്രട്ടറിന്റെ തീരുമാനം വന്നതിന് ശേഷം ആലിക്കുട്ടി ഉസ്താദിന്റെ ഫോട്ടോ എടുത്തു മാറ്റിയ ഈ കപടനാണ് ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ പച്ചക്കള്ളം എന്ന് പറഞ്ഞത്. ഷെയ്ഖുനാന്റെ ലെറ്റർ ബേഡിലല്ല എഴുതിയത്, അത് വ്യാജാണ്, അത് അമീദ് വൈസി ഉസ്താദ് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞത്. ഈ പറയപ്പെടുന്ന വ്യാജൻ ഇദ്ദേഹമാണ് ഇന്ന് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ FB-യിൽ അദ്ദേഹത്തിന്റെ ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രതാവും മട്ടത. മഹാനവറുകളുടെ ഫോട്ടോ FB-യിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഈ ഫുലാനാണ് ഇപ്പോ സമസ്തന്റെ സെക്രട്ടറിയെ വഫാത്തായതിനു ശേഷം അദ്ദേഹത്തെ ഉയർത്തുന്നത്. താങ്കൾ മഹാനവറുകളുടെ പിന്നെ ആ ലെറ്റർ ബേഡ് കള്ളത്തരമായിരുന്നു, ഷെയ്ഖുന അല്ലാതെ എഴുതിയത് എന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളാണോ ഇപ്പൊ ഷെയ്ഖുനാനെ ജീവിതകാലത്ത് അംഗീകരിക്കാത്ത താങ്കളാണോ വഫാത്തിന് ശേഷം താങ്കൾ പിന്നെ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രതാവും മർക്കദ മഹാനവറുകൾ നിങ്ങൾ വാനോളം ഉയർത്തി പറയാൻ? ഇത് കാപട്യല്ലേ? ഇത് പിന്നെ വഞ്ചനല്ലേ? അല്ലെ? ഇത് സമൂഹം അംഗീകരിക്കൂല അല്ലെ? അതിലൊന്നും ഇരട്ടത്താപ്പൊന്നും ഇവിടെ നടക്കൂല. സമസ്തന്റെ സെക്രട്ടറിനെ ആരാക്കണ്ടത് അത് ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മുഷാവറ എന്ന് പരമോന്നത ഒരു നേതൃത്വം, അത് ഓല് തീരുമാനിച്ചോളൂ. അത് നിങ്ങൾ ഇടപെടണ്ട. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ഇടപെടേണ്ട ഒരു റോൾ അതിലില്ല. പിന്നെ മഹാനവറുകൾ വഫാത്തായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ്, അതല്ലെങ്കിൽ വഫാത്ത് മറബ് ചെയ്തതിന് മിനിറ്റുകൾക്കപ്പുറം സോഷ്യൽ മീഡിയകളിൽ വന്ന് ഷെയ്ഖുന ബാക്കവി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ആളുകളുടെ ഫേക്ക് ഫോട്ടോ വെച്ചിട്ട് ഷജറകൾ, ഇങ്ങനെയുള്ള ആളുകളെ മുഷാവറ സമസ്തന സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തിൽ ഷജറകൾ കളിക്കുന്നു,
വാക്കബി ഉസ്താദിനെ ഷജറകൾ പിന്നെ സെക്രട്ടറി ആക്കാൻ പിന്നെ സമ്മർദ്ദം ചെലുത്തുന്നു. എന്തൊക്കെ ഫിത്തനയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒക്കെ ബാക്കിൽ ഈ ലിബറൽ ഹുദവികളും ലിബറൽ വാഫികളുമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ സമസ്തന്റെ സെക്രട്ടറിനെ ആരാക്കണ്ട അത് ആ സമയം വരുമ്പോൾ നേതൃത്വം തീരുമാനിക്കും. അതിൽ നിങ്ങൾ അങ്കിലാപ്പിലാകണ്ട. നിങ്ങളെ സമസ്ത എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ വിസർജനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇനി എന്ത് ഫിത്തനുണ്ട്. ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസാന വാക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ, ആ തീരുമാനമാണ്. അതാണ് പിന്നെ മുസ്ലിം സമുദായം ഇവിടെ പിന്നെ അംഗീകരിക്കാം. പത്രപ്രവർത്തകരായാലും സോഷ്യൽ മീഡിയകളായാലും എല്ലാവരും ആശ്രയിക്കുന്നത് ഒരു വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വിഷയങ്ങൾ വരുമ്പോൾ പത്രക്കാർ വേറെ എടുക്കുമ്പോൾ ഉണ്ടോ? ആരുടെ അടുത്തേക്കും പോണില്ലല്ലോ. സമസ്തന്റെ പരമോന്നതന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിനെ അല്ലെങ്കിൽ പ്രസിഡന്റിനെയാണ് പത്രക്കാരൻ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ അവസാന വാക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ തീരുമാനങ്ങളാണ്, ആ മുഷാവറയുടെ തീരുമാനങ്ങളാണ്. അത് അന്നും ഇന്നും എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊന്നും നിങ്ങൾ വിരളി പൂണ്ടിട്ട് കാര്യമില്ല. 4 ലിബറൽ ഹുദവികളും ലിബറൽ വാഫികളും ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്നാളെ സെക്രട്ടറി ആക്കണം, എംടെബ്ദുള്ളൂരെ സെക്രട്ടറി ആക്കണം, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ സെക്രട്ടറി ആക്കണം, കൊയ്യോട് സ്ഥാന സെക്രട്ടറി, അത് നിങ്ങളെല്ലാം തീരുമാനിക്കണം. അതിന് ഇവിടെ ഒരു പരമോന്നത ഒരു മുഷാവറുണ്ട്, അത് ഓര് തീരുമാനിക്കും. ഓക്കെ. അപ്പൊ മഹാനവറുകൾ വഫാത്ത് നാണം മാനവും ഉസറും പുളി ഉണ്ടെന്നൊക്കെ അല്ല ഈ ലിബറൽ ഹുദവികളോടും ലിബറൽ വാഫികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെ, മഹാനവറുകൾ വഫാത്തായിട്ട് പിന്നെ ആ മണ്ണ് വാരിട്ട് മൂടൽ വെച്ചിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വിസർജനം പറയാനില്ലേ, സമസ്തന്റെ പേരിൽ ആക്ഷേപം പറയാന് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ബാക്കിൽ ഈ പറയുന്ന ഈ ലിബറൽ സംഘാണ്. അത് നമ്മൾ തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.